കോർണർ കിക്ക് ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലിവർപൂൾ രാജകീയമായി 4-1 എന്ന അഗ്രഗേറ്റിൽ കരബോ കപ്പിന്റെ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ്. എതിരില്ലാത്ത 4-0 എന്ന ഗോൾ ലൈനിലാണ് ഇന്നലെ ലിവർപൂൾ ടോട്ടനമിനെ തോൽപ്പിച്ച് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. സർവാധിപത്യം എന്ന് വേണം പറയാൻ. കാരണം ടോട്ടനം പ്ലേയേഴ്സിന് ഇന്ന് ശ്വാസം വിടാനുള്ള ടൈം പോലും ലിവർപൂളിന്റെ ഹൈ പ്രസിംഗിലൂടെ അവർക്ക് നൽകിയിരുന്നില്ല. എൻഫീൽഡ് ക്രൗഡിന് മുമ്പിൽ ലിവർപൂൾ പ്ലേയേഴ്സ് എത്ര ഡേഞ്ചറസ് ആണ്, ലിവർപൂളിന്റെ പ്ലേ എത്ര ഡേഞ്ചറസ് ആണെന്ന് നമ്മൾ പല മത്സരങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അതിനെ ഓർമ്മിപ്പിക്കും തരത്തിലുള്ള മത്സരമാണ് ഇന്നലെ ലിവർപൂൾ പ്ലേയേഴ്സ് കാഴ്ചവെച്ചത്. കംബാക്ക് കിങ്സ് എന്ന് ലിവർപൂളിനെ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്ന് ഇന്നലത്തെ പെർഫോമൻസിലൂടെ അവർ കാണിച്ചു തന്നു. കാരണം 2005 യുഎഫ ചാമ്പ്യൻ ലീഗ് ഫൈനൽ, AC മിലാനുള്ള ഫൈനലിലുള്ള കംബാക്ക്, അതുപോലെ ബാർസലോണയ്ക്കെതിരെ ലിവർപൂൾ നടത്തിയ കംബാക്ക്, ഇതൊക്കെ കൊണ്ട് ലിവർപൂളിനെ എത്രമാത്രം എൻഫീൽഡ് ഡേഞ്ചറസ് ആണ് എന്ന് നമ്മൾ ഇന്നലത്തെ കളിയോട് അവർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ടോട്ടനമിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന് വേണം പറയാൻ. 77ാമത്തെ മിനിറ്റിൽ സോൺ അടിച്ച ഒരു ബാൾ ലിവർപൂളിന്റെ ബാറിൽ തെറ്റി തിരിച്ചു പോകുന്ന ആ ഒരു സന്ദർഭം അല്ലാതെ ടോട്ടനെ എടുത്തു പറയാൻ ഒരു അറ്റാക്ക് എൻഗേജ്മെന്റ് ഇന്നലെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 34ാമത്തെ മിനിറ്റിലൂടെ ഗാപ്കയിലൂടെയായിരുന്നു ലിവർപൂളിന്റെ ഗോളടി ആരംഭം. സല നൽകിയൊരു മികച്ചൊരു പാസ് ടോട്ടനം ഡിഫൻസിനെയും നൂനസിനെയും കബളിപ്പിച്ചുകൊണ്ട് ഗാപ്കയിലേക്ക് എത്തുകയും അദ്ദേഹം അത് ഗോളാക്കുകയും ചെയ്തിരുന്നു. പിന്നെ 51ാമത്തെ മിനിറ്റിലൂടെ സല വീണ്ടും ലിവർപൂളിനെ മുന്നിലെത്തിച്ചു. നൂനസിനെ ബോക്സിനകത്ത് ഗോളി ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി വിധിക്കുകയായിരുന്നു. അതിലൂടെ സല പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് വീണ്ടും ലിവർപൂളിനെ മുന്നിലെത്തിച്ചു. പിന്നെ കണ്ടത് ലിവർപൂളിന്റെ തേരോട്ടം മാത്രമായിരുന്നു. 75ാമത്തെ മിനിറ്റിൽ ഒരു മനോഹരമായ ഫുട്ബോളിലൂടെ ലിവർപൂൾ വീണ്ടും മുന്നിലെത്തുകയും ചെയ്തിരുന്നു. മെക്കാലിസ്റ്റർ കയ്യിൽ നിന്ന് ബ്രാഡ്ലി ഒരു പാസ് സ്വീകരിക്കുകയും അത് വൺ ടച്ച് ഫുട്ബോളിലൂടെ അത് സൊബസിലേക്ക് നൽകുകയും അതിമനോഹരമായി അദ്ദേഹം വലത് മൂലയ്ക്ക് ഉതിർത്ത് ലിവർപൂളിനെ വീണ്ടും മുന്നിലെത്തിച്ചു. നാലാമത്തെ ഗോൾ അത് വാൻഡൈക്കിന്റെ വകയായിരുന്നു, ക്യാപ്റ്റൻ വാൻഡൈക്കിന്റെ വകയായിരുന്നു. അത് മെക്കാലിസ്റ്ററിന്റെ കോർണർ കിക്കിലൂടെ അദ്ദേഹത്തിന്റെ ഹെഡറിലൂടെ 4ാമതും വീണ്ടും ലിവർപൂളിനെ അദ്ദേഹം മുന്നിലെത്തിച്ചു. സർവ്വ മേഖലകളും ലിവർപൂൾ തന്നെയാണ് മികച്ചിരുന്നത്. എണ്ണം പറഞ്ഞ 26 ഷോട്ടുകൾ, അതിൽ 10 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ. ടോട്ടനമിനോ വെറും 5 ഷോട്ടുകൾ മാത്രമേ അവർ ഇന്നലത്തെ കളിയിൽ ഉതിർത്തിട്ടുള്ളൂ. ഏതൊരു ക്ലബ് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻസും ആഗ്രഹിക്കുന്ന ഒരു ഫുട്ബോളാണ് ഇന്നലെ ലിവർപൂളിന്റെ അടുക്കിൽ നിന്നും കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് തങ്ങളെ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ലിവർപൂൾ പ്ലേയേഴ്സ് ഇന്നലത്തെ കളിയിലൂടെ കാണിച്ചു തന്നിരുന്നു. ഈ വരുന്ന മാർച്ച് 16-ാം തീയതി ന്യൂകാസിലിനെതിരെ വെംബ്ലിയിലാണ് കരബോ കപ്പിന്റെ ഫൈനൽ നടക്കുന്നത്. മികച്ച പ്രകടനം അവിടെയും കാഴ്ചവെക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെയും നമസ്കാരം.